ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സാധാരണയായി കല്യാണം കഴിഞ്ഞ സ്ത്രീകളിൽ അനുഭവിക്കുന്ന ചെറിയൊരു വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് വ്യത്യാസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ എന്നെല്ലാം നിങ്ങളൊന്ന് പറയണം കേട്ടോ. അതായത് നമ്മുടെ വീട്ടിലായിരുന്ന സമയത്ത് കല്യാണത്തിന് മുമ്പൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടുകാരുടെ എല്ലാ അറ്റൻഷനും നമ്മളുടെ മേലെ തന്നെ ആയിരിക്കും അല്ലേ. അതിപ്പോൾ നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ അവരത്രയും ശ്രദ്ധ എടുത്തിട്ടാണ് നമ്മളെ നോക്കുക. നമുക്കൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അയ്യോ എന്തായി, ശരിയായോ 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 എന്ന് നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പക്ഷേ അതിന് നമ്മൾ എന്തിനാ വെറുതെ ചോദിക്കുന്നത് എന്ന് പോലും പറഞ്ഞിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ കല്യാണത്തിന് ശേഷം, പ്രത്യേകിച്ച് കുട്ടികളായി കഴിഞ്ഞാൽ, നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു വ്യത്യാസമാണ്, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ എന്ത് വലിയ അസുഖമാണെങ്കിലും നമ്മൾ ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്കൊന്ന് അറ്റ്ലീസ്റ്റ് കിടക്കാനെങ്കിലും പറ്റുള്ളൂ എന്ന് പറയുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ സ്കൂളിലേക്കെല്ലാം അയക്കുന്ന കാര്യങ്ങളെല്ലാം റെഡിയാക്കിയ ശേഷം മാത്രമേ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ആ വീട്ടിലെ മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നുമല്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഹസ്ബൻഡിന് അസുഖം വന്നാലും പുള്ളിക്ക് വയ്യ എന്ന് പറഞ്ഞ് കിടക്കുകയാണെങ്കിൽ കിടക്കാം, നോ പ്രോബ്ലം, ഒന്നും ടേക്ക് കെയർ ചെയ്യേണ്ട, ജോലി ലീവ് എടുക്കാം, കിടക്കാം. ഇതേ സമയത്ത് നമുക്കൊരു അസുഖമാണെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളുടെ കൂടെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നമ്മളുടെ കുട്ടിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒന്ന് ഏകദേശം ചെയ്ത് തീർത്ത ശേഷമേ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ജെൻഡറൽ ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്നത് ഘോരം നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ പല ഇഷ്യൂസും വരുന്നുണ്ട് അല്ലേ. പക്ഷെ ഒന്ന് ഓർത്ത് നോക്കൂ, നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന് നമ്മളുടെ വീടാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇനി ജീവിത അവസാനം വരെ നമ്മൾ ആ വീട്ടിലാണ് താമസിക്കേണ്ടത്, അതും നമുക്കറിയാം. എന്നിട്ട് പോലും നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാനോ നമ്മളുടെ കാര്യങ്ങൾ തിരക്കാനോ ഒന്നും വലിയ ശ്രദ്ധയൊന്നും ആർക്കും ഉണ്ടാവില്ല. എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോൾ വേണമെങ്കിൽ വന്ന് ചോദിക്കുന്നുണ്ടാവാം, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ടാവാം. പല വീടുകളിലും അതുപോലും ഇല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെന്താ അങ്ങനെ? അപ്പോൾ അതിനൊരു കാരണമാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത്. ഇത് ആരുടെയും കുറ്റമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ മാത്രം പ്രശ്നമായിട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അതിനൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ വേറൊരു വീട്ടിൽ നിന്ന് വന്നവരായതുകൊണ്ടാണ്. ഇത് നമ്മുടെ വീടല്ലാത്തത് കൊണ്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ നെയ്ബറിന് ഒരു പനി വരികയാണ്, എന്തെങ്കിലും ഒരു അസുഖം വരികയാണെന്ന് വിചാരിക്കും. നമ്മൾ അവരോട് എന്താ ചോദിക്കുക? അയ്യോ അസുഖം വന്നു അല്ലേ, ഡോക്ടറെ കണ്ടോ എന്ന് ചോദിക്കും. അത്രയല്ലേ ഉള്ളൂ. നമ്മൾ അവരുടെ അസുഖത്തെക്കുറിച്ച് വേവലാതിപ്പെടുക ഒന്നും ചെയ്യാറില്ലല്ലോ. അതേപോലെ തന്നെയാണ് നമുക്കൊരു അസുഖം വരുമ്പോൾ ഇവർക്ക് വേവലാതിയൊന്നുമില്ല. ഇവർക്ക് അവരുടെ മക്കളാണ്. ഇപ്പം നമ്മുടെ ഇൻലോസ് ആണെങ്കിൽ അവരുടെ മോനൊരു അസുഖം വന്നാൽ അവർക്ക് വേവലാതി ഉണ്ടാവും എന്നതൊഴികെ നമുക്കൊരു അസുഖം വന്നതുകൊണ്ട് അവർക്ക് വേവലാതിയോ ഒന്നും ഉണ്ടാവില്ല. ഒരു കാര്യത്തിൽ ചിലപ്പോൾ കോഷ്യസ് ആയിരിക്കും, അയ്യോ ഇനിയിപ്പോൾ പണി നമ്മൾ ചെയ്യണമല്ലോ എന്നോർത്തട്ടോ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നോർമലാണ്. കാരണം നമ്മൾ അവരുടെ ആരും അല്ല. അതാണ് അവരുടെ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാം അല്ലേ.